സുഹൈലാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് പച്ച അരി കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കാം. അതാ പായസത്തിൻ്റെ വേറെ വെർഷനായിട്ടാണ്. നമ്മൾ മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ആളുകൾക്കറിയാം കറി. അപ്പോൾ നമ്മൾ 2-2.5 കിലോന് അരി പച്ച അരി രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക. എന്നിട്ടാണ് അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് ഒരു ഏകദേശം 30 ലിറ്റർ വെള്ളം ആദ്യം തിളപ്പിച്ചെടുക്കട്ടോ, ചൂടാക്കി എടുക്കുക. തിളച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി നോക്കുക. അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോൾ കരിപ്പട്ടിയാണ് ചക്കര ഉണ്ട്, ആണിച്ചക്കരല്ല. ഇത് നല്ല വെയിറ്റുമാണ്, നല്ല ഒറിജിനൽ ചക്കരയാണ്. ഈ ചക്കരൻ്റെ പേരാണ് എന്താ കോയ? കരിപ്പട്ടിട്ടാ, കരിപ്പട്ടി. ഇതൊരു 3 കിലോ ഇട്ട് കൊടുക്കാം. 3 കിലോ ഇട്ട് കൊടുക്കട്ടോ. ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. ഈ ചക്കര കഞ്ഞി വരട്ടെ. അങ്ങനെ ചക്കരൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഈ പായസം, ഈ കറി നല്ല സംഭവം കേട്ടോ. 300 ആൾക്ക് പായസത്തിന് ഒരു ഏകദേശം ഒരു 13 തേങ്ങ വേണ്ട. 13 തേങ്ങ ഇതേപോലെ ചേർന്താം. ഇതിന് ഏറ്റവും ടേസ്റ്റ് എടുക്കുന്ന തേങ്ങമല്ലേ നിർഭയ? ആ തേങ്ങ. അപ്പോൾ കുറച്ച് ഏലക്കായ് പൊരിച്ചിട്ടാ, കുറച്ച് പഞ്ചസാര ഇട്ടാണ്. ഇതേപോലെ തന്നെ ഏലക്കായ് വല്ലതായിട്ട് പൊരിക്കരുത്, അധികം ഓവറായിട്ട് ചതക്കരുത്. ഇതേപോലെ ചതച്ചാൽ പറ്റും, ഇങ്ങനെ ചതച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ഒരു 50 ഗ്രാം ഏലക്കായ് ചതച്ചത്, അടുത്തത് തേങ്ങ ചിരകിയത്, നല്ല മിക്സ് ആക്കി കൊടുക്കട്ടോ. അടിപൊളി കറി കഴിക്കാരം. ഇതാ നമ്മൾ ഇന്നലെ രാത്രി കുതിർത്താൻ പറ്റിയ അരിയാണ്. ഈ അരി അരക്ക നല്ല ലൂസാക്കി മിക്സിയിലിട്ട് അരച്ചോണ്ടിട്ടോ. ഇത് പച്ച അരി അരച്ചതട്ടാ. അരക്കുമ്പോൾ തന്നെ പാരുമ്പോൾ തന്നെ നല്ല ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കട്ട കുത്തുട്ടാ. നല്ല ഇളക്കി തിളച്ചിങ്ങോട്ട് പറ്റും. അപ്പോൾ തന്നെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാ. നമ്മൾ സിമ്പിളായിട്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കണേ. നിർത്തിയത് ഇളക്കൽ നിർത്തിയത് കേട്ടോ. നമ്മളെ കറി ഇവിടെ റെഡി. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ആക്കട്ടോ. കറി നമ്മൾ പാർന്ന് നോക്കാം. കറി ഇട്ടാ, നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിക്കാണ്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.